നമസ്കാരം. മീഡിയ വിഷൻ വാർത്തകളിലേക്ക് സ്വാഗതം. KMB ഓയിൽ മിൽ, KMB ട്രേഡേഴ്സ് മലഞ്ചരക്ക് വ്യാപാര സ്ഥാപനവും ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശം തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NT ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു. പേരാമ്പ്ര ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻവശം KMB ഓയിൽ മിൽ, ചെറുവണ്ണൂർ വെളിച്ചെണ്ണയും KMB ട്രേഡേഴ്സ് മലഞ്ചരക്ക് വ്യാപാരവും തുറന്നു പ്രവർത്തനം ആരംഭിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് NT ഷിജിത്ത് ഉദ്ഘാടനം ചെയ്തു. ഒരുപാട് സ്ഥാപനങ്ങളുണ്ടെങ്കിൽ ഒരു വെളിച്ചെണ്ണ ഇതുപോലുള്ളൊരു എല്ലാ നല്ല രീതിയിൽ നടത്തുന്ന ഒരു വെളിച്ചെണ്ണയുടെ സ്ഥാപനം ഇവിടെ ഇല്ല. ഇതിനൊക്കെ പരിഹാരമായിട്ടാണ് ഇതിലൂടെ KMBയുടെ ഒരു വലിയ സംരംഭം ഇവിടെ തുടക്കം കുറിക്കുകയാണ്. അതിന് എല്ലാവിധ ആശംസകളും അഭിനന്ദനങ്ങളാണ്. പച്ചത്തേങ്ങ, കൊപ്ര, ബോഡ, കൊട്ടത്തേങ്ങ, അടയ്ക്ക, കുരുമുളക് എന്നിവ മൊത്തമായും ചില്ലറയായും എടുക്കും. മില്ലിൽ തന്നെ നിർമ്മിക്കുന്ന ശുദ്ധവും പ്രകൃതിദത്തവുമായ ചെറുവണ്ണൂർ വെളിച്ചെണ്ണയും ലഭ്യമാണ്. KMB കിച്ചൺ ഹെൽപ്പർ അരവ് കേന്ദ്രം ഉടൻ തന്നെ ആരംഭിക്കും. വൈസ് പ്രസിഡന്റ് ആദില നിബ്രാസിൽ നിന്നും രാരിച്ചൻ മാസ്റ്റർ വെളിച്ചെണ്ണ ആദ്യ വിൽപ്പന നടത്തി ഏറ്റുവാങ്ങി. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി KM ബാലനിൽ നിന്നും NR രാഘവൻ ആദ്യ മലഞ്ചരക്ക് വിൽപ്പന സ്വീകരിച്ചു. ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആദില നിബ്രാസ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ NR രാഘവൻ, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ P മോനിഷ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ AK ഉമ്മർ, ബിജിഷ KM, A ബാലകൃഷ്ണൻ, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പ്രതിനിധി TM ബാലൻ, വ്യാപാരി വ്യവസായി സമിതി പ്രതിനിധി O മുഹമ്മദ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖരും ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്തു. പ്രിയപ്പെട്ടവരെ, പ്രസിഡന്റ് പറഞ്ഞതുപോലെ നാളികേരത്തിനും വെളിച്ചെണ്ണക്കൊക്കെ വില വർദ്ധിക്കുന്ന ഈ സാഹചര്യത്തിൽ ഇവിടെ ചെറുവണ്ണൂരിൻ്റെ നല്ലൊരു സ്ഥലത്ത്, നല്ല ഹൃദയഭാഗത്ത് നമുക്ക് നല്ലൊരു സ്ഥാപനം, ശുദ്ധമായ വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി ഇങ്ങനൊരു സ്ഥാപനം കേര കർഷകർക്ക് വേണ്ടി തുടങ്ങിയതിൽ ഒരു അഭിനന്ദിക്കുകയാണ്. നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. എല്ലാവിധ ഉയർച്ചയും. വേദിയിൽ ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാർ, മെമ്പർമാർ, പ്രിയപ്പെട്ടവരെ, നല്ലവരായ നാട്ടുകാരെ, വളരെ സന്തോഷത്തോടെയാണ് ഈ പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ ചെറുവണ്ണൂർ പഞ്ചായത്ത് ഒരു വെളിച്ചെണ്ണ മില്ല് വളരെ പുതുതായി തുടങ്ങുകയും ഇപ്പോഴുള്ള കാലഘട്ടത്തിനനുസരിച്ച് തന്നെ ഈ കാലഘട്ടത്തിൽ വെളിച്ചെണ്ണയ്ക്കും കൊപ്രയ്ക്കും ഒക്കെ തേങ്ങയ്ക്കൊക്കെ വലിയ രൂപത്തിലുള്ള വില വർദ്ധിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ വലിയ നല്ല രൂപത്തിൽ ഈ ഒരു KMB വെളിച്ചെണ്ണ അഭിമാനകരമായ ഒരു മുഹൂർത്തമാണ്. ഈ ഏറ്റവും കൂടുതൽ കേര കർഷകർ ഉള്ള ഒരു പഞ്ചായത്ത് കൂടിയാണ് ചെറുവണ്ണൂർ ഗ്രാമപഞ്ചായത്ത്. ആ കേര കർഷകർക്ക് ഇന്നത്തെ നിലയിൽ ഏറ്റവും കൂടുതൽ ഒരു നല്ല രീതിയിലുള്ള തേങ്ങക്കൊക്കെ തന്നെ വില കൂടി വരികയാണ്. പ്രത്യേകിച്ച് മലയാളികളെ സംബന്ധിച്ചിടത്തോളം വെളിച്ചെണ്ണ ഇല്ലാത്ത അടുക്കളയില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും നല്ല ഗുണമേന്മയുള്ള, നമുക്ക് വാങ്ങുന്ന സാധനങ്ങളൊന്നും അത്രത്തോളം നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു മാർക്കറ്റിംഗാണ് ഇപ്പോൾ വെളിച്ചെണ്ണയിലൊക്കെ കാണുന്നത്. പക്ഷേ നമ്മുടെ പ്രദേശത്ത് തന്നെയുള്ള നമ്മുടെ നാട്ടുകാർ തന്നെ അത് ഉൽപ്പാദിപ്പിക്കാൻ നമുക്ക് കൂടുതൽ എത്താൻ സാധിച്ചില്ല എന്നുള്ളത് നമ്മുടെ ചെറുവണ്ണൂർ ടൗണിൻ്റെ വികസന രംഗത്ത് ഏറ്റവും വലിയ ഒരു മുതൽക്കൂട്ടായി മാറിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് തന്നെ തേങ്ങകൾ ശേഖരിച്ചുകൊണ്ട് നമ്മുടെ നാട്ടുകാർക്ക് നല്ല രീതിയിലുള്ള ഭക്ഷണത്തിനുള്ള ഉപയോഗിക്കാനുള്ള വെളിച്ചെണ്ണ ഇവിടെ നിന്ന് നിർമ്മിക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മളെ സംബന്ധിച്ച് ഏറ്റവും വലിയ നമ്മുടെ കുടുംബത്തിന് അംഗങ്ങൾക്കത് ഉപയോഗിക്കുന്ന അംഗങ്ങൾക്കൊക്കെ തന്നെ അത് നല്ല ഒരു ആവശ്യമാണ് എന്നാണ് നമ്മൾ കരുതേണ്ടത്. നമുക്കറിയാം, വെളിച്ചെണ്ണ ഉൽപ്പാദിപ്പിക്കുന്ന അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചില സംഗതികളൊക്കെ ഫേസ്ബുക്കിലും അതുപോലെ വാട്സപ്പിലൊക്കെ വരുന്ന കാഴ്ചയെ നമുക്ക് നേരത്തെ അറിയാവുന്നതാണ്. അതേസമയത്ത് ആ വെളിച്ചെണ്ണയൊക്കെ നമ്മൾ ഒരുപാട് കാലം വാങ്ങിക്കഴിച്ചിട്ടുണ്ട്. എങ്കിലും നമ്മുടെ ഈ ഒരു സന്ദർഭം ഒത്തു വന്നത് ഏറ്റവും വലിയ ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്. നമ്മുടെ നാട്ടിലെ ജനങ്ങളെ ശുദ്ധമായ വെളിച്ചെണ്ണ നൽകിക്കൊണ്ട് ഈ സംരംഭം നല്ല രീതിയിൽ മുന്നോട്ട് പോകട്ടെ. അതുപോലെ തന്നെ നമ്മുടെ നാടിൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഈ സ്ഥാപനത്തിനുണ്ടാവും. നല്ല രീതിയിൽ മുന്നോട്ട് പോകാനുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് വാതിൽപ്പടിയിൽ ഒരു സ്ഥാപനം എന്നുള്ള നിലയ്ക്ക് നമ്മൾ കാണണം ഇതിനെ. ഈ നേരത്തെ NR പറഞ്ഞ പോലെ തന്നെ കൂടുതൽ അന്യ സംസ്ഥാനങ്ങളിൽ അന്യ പ്രദേശത്തും വരുന്ന സാധനങ്ങൾ മായം കലർന്നതായിട്ട് തോന്നുന്നുണ്ട്. അങ്ങനെ പല അഭിപ്രായങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ നമ്മളെ ശുദ്ധമായ രൂപത്തിൽ
നമ്മുടെ നാട്ടിൽ നമ്മൾ അറിയപ്പെടുന്ന ആളുകൾ നമ്മളെ ഇതിനെ പ്രോത്സാഹിപ്പിക്കേണ്ടത് നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടി സംരംഭം വിജയത്തിലേക്ക് എത്തിക്കുവാൻ എല്ലാവരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഉണ്ടാകണമെന്ന് മാത്രം സൂചിപ്പിക്കുന്നു. ബിസിനസ് ന്യൂസ്, മീഡിയ വിഷൻ.